നേരത്തെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലതരം തട്ടിപ്പുകൾ, ഉദാഹരണത്തിന് പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിലയില്ലാത്ത സാധനങ്ങൾ വലിയ വില കിട്ടുമെന്ന് പറഞ്ഞു വിൽക്കുന്നു, അല്ലെങ്കിൽ പണം നൽകിയാൽ അത് ഇരട്ടിപ്പിക്കാം. ഇതുപോലുള്ള കാര്യങ്ങളിൽ ചേരുന്ന ആളുകളെ ഇവരെങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത്? ഇതിന് സെയിൽസിൽ വളരെ കഴിവുള്ളതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കഴിവായിരിക്കാം എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ വിശ്വാസമുള്ള അല്ലെങ്കിൽ ചേരാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതിലാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന രീതി. അല്ലാതെ സാധാരണക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതല്ല ഇവരുടെ രീതി. ഇത്തരത്തിലുള്ള ആളുകൾ ഓൾറെഡി ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അങ്ങനെ വിശ്വസിക്കാത്ത ഒരാളെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് വളരെ വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. മിക്കവാറും കേസുകളിൽ അത് സാധിക്കുന്നതുമല്ല. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലവിൽ തന്നെ വർക്കാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരോടത് വർക്കാവില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും പ്രയാസം. തട്ടിപ്പുകാർ ഇങ്ങനെയുള്ള ആളുകളോട് ഇത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ പറയുമ്പോൾ അവർ ഓൾറെഡി അത് വിശ്വസിക്കുന്ന കാര്യമാണ്. ആ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ വേഗത്തിൽ പണം ചിലവാക്കാനും തയ്യാറാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ തട്ടിപ്പിൽപ്പെടുന്ന ആളുകളെ വിക്ടിം ബ്ലെയിം ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. അവരുടെ വിശ്വാസത്തെ മുതലെടുക്കുന്നു എന്നുള്ള കാര്യം നോട്ടീസ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ സെയിൽസിലാണെങ്കിൽ പോലും കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് അവരുടെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവരും പറയുന്നത്.